എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പ്ലസ് 1 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിന് മുന്നേ നമ്മൾ ഇതിന്റെ ഒരു ബേസിക്സിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും കാണുക കേട്ടോ. നിങ്ങൾക്ക് ഈ വർഷം ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്രിഡ്ജ് കോഴ്സ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടന്റുകളൊക്കെയാണ്, എന്തൊക്കെ പഠിക്കാനുണ്ടെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ പഠിക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കൺസെപ്റ്റ് ക്ലിയർ ആക്കി ആദ്യം മുതൽ തന്നെ പഠിച്ചു പോവുക കേട്ടോ. അപ്പൊ ആദ്യം ഇതിന്റെ ഇൻട്രഡക്ഷൻ പാർട്ടാണിത്. നമുക്കറിയാം മെഷർമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്. മെഷർമെന്റ് നമ്മൾ പലതരത്തിൽ എടുക്കാറുണ്ട്. ഇപ്പൊ മാസ് അല്ലെങ്കിൽ എന്താണ് നീളം, ലെങ്ത്, ഇതൊക്കെ മെഷർമെന്റ് എടുക്കാറുണ്ട്. പക്ഷെ അതെല്ലാം എടുക്കുന്നതാണ് ഒരു എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള, എല്ലാവർക്കും അറിയുന്ന ഒരു യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ മെഷർമെന്റ് എടുക്കുന്നത്. ഇപ്പൊ ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ മീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ, മാസ് ആണെങ്കിൽ കിലോഗ്രാം, അല്ലെ? അങ്ങനെ ഒരു എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് മെഷർമെന്റ് എടുക്കുന്നത്. മനസ്സിലാവുന്നുള്ളൂ. അപ്പം എപ്പോഴും എന്താണ് മെഷർമെന്റ് എടുക്കുമ്പോൾ നമ്മൾ എന്താണ് അതൊരു നമ്പർ കാണും, അതിന്റെ കൂടി പ്രോപ്പർ ആയിട്ടുള്ള ഒരു യൂണിറ്റും കൂടെ കാണും. മനസ്സിലായില്ല? എങ്കിലുള്ള കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു മെഷർമെന്റ് എടുക്കാൻ സാധിക്കത്തുള്ളൂ. ക്ലിയർ ആയാലോ? ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്ന എന്താണ് ക്വാണ്ടിറ്റീസിനെ നമുക്ക് എന്ത് പറയാം? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം കേട്ടോ. The quantities which can be measured directly or indirectly are called physical quantities. അങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് രണ്ട് തരം ഉണ്ടെന്ന് നമ്മൾ കണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ്, അതുപോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. ക്ലിയർ ആയാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ, ഇല്ല, ഒന്നിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇല്ലേ? അതിനെ നമ്മൾ മറ്റൊരു ഇതിന്റെയാണ് ടേംസിന് നമുക്ക്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏതൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം. അതാണ് ഏറ്റവും ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ലെങ്ത്, മാസ്, ടൈം. ഇനി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? Quantities which can be expressed in terms of fundamental quantities are called derived quantities. Example, volume, velocity, density, force, ഇതൊക്കെ എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ ആണ്. ഇനി ഇതിന്റെ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്നും അതുപോലെ തന്നെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നും. കഴിഞ്ഞിരിക്കുന്നുണ്ടോ? ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ദി യൂണിറ്റ്സ് ഫോർ ദ ഫണ്ടമെന്റൽ ഓർ ബേസ് ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫണ്ടമെന്റൽ ഓർ ബേസ് യൂണിറ്റ്. ഇല്ല, നമ്മൾ കണ്ടു ലെങ്ത്, മാസ്, ടൈം എന്നൊക്കെ കണ്ടില്ലേ? ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അതുപോലെ തന്നെ മാസ്, ഇല്ലേ? മാസിന്റെ യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം ആണ്. അതുപോലെ തന്നെ സമയം, ഇല്ലേ? ടൈമിന്റെ യൂണിറ്റ് ഏതാണ്? സെക്കൻഡ് ആണ്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാം? അപ്പൊ ഈ എം, അതായത് മീറ്റർ, അതുപോലെ കിലോഗ്രാം, സെക്കൻഡ്, ഇതൊക്കെ ഏതാണ്? ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ലെങ്കിൽ ബേസ് യൂണിറ്റുകളാണ്. മനസ്സിലായല്ലോ? ഇനി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നമ്മൾ കണ്ടു. വെലോസിറ്റി, അല്ലെ? വെലോസിറ്റി, അതുപോലെ തന്നെ എന്താണ്? വോളിയം, ഇല്ലേ? പിന്നെ എന്താണ്? ഫോഴ്സ് അല്ലെങ്കിൽ ഡെൻസിറ്റി, ഇതൊക്കെ എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. അതായത് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ട് ഡിറൈവ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആണ് ഇത്. ഇതിന്റെ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ്. സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് വെലോസിറ്റിയുടെ യൂണിറ്റ്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ വോളിയം, ഇല്ലേ? വോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇല്ലേ? വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു എന്താണ്? തിക്നെസ് ആണ്, ഇല്ലേ? ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ബ്രെഡ്ത്തും മീറ്ററിൽ തന്നെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. തിക്നെസ് മീറ്ററിൽ തന്നെയാണ്. അപ്പം മീറ്റർ ക്യൂബ് ആണ് എന്തിന്റെ യൂണിറ്റ്? വോളിയത്തിന്റെ യൂണിറ്റ്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്, അല്ലെ? മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. മാസിന്റെ യൂണിറ്റ് നമുക്കറിയാം കിലോഗ്രാം ആണ്. വോളിയത്തിന്റെ യൂണിറ്റ് നമ്മൾ ഇപ്പൊ കണ്ടു, മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്തായിട്ട് വരും? കിലോഗ്രാം, ഇല്ലേ? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ഫോഴ്സ്, ഇല്ലേ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? മാസിന്റെ യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം ആണ്.
ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഫോഴ്സിന്റെ യൂണിറ്റ്. അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം, ന്യൂട്ടൺ എന്ന് പറയാം. മനസ്സിലല്ലോ? അപ്പൊ ഇതെല്ലാം എന്താണ്, ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റിനെ നമുക്ക് എന്ത് പറയാം, ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയാം. മനസ്സിലായല്ലോ? ഫണ്ടമെന്റൽ യൂണിറ്റുകൾ ഏതൊക്കെയാണ്, മീറ്റർ, കിലോഗ്രാം, അതുപോലെ തന്നെ സെക്കൻഡ്. ഇത് മൂന്നുമാണ് ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി പ്രധാനമായിട്ടും ഈ ഡിറൈവ്ഡ് യൂണിറ്റും അതുപോലെ തന്നെ എന്താണ് ബേസ് യൂണിറ്റും ഒക്കെ ഉണ്ട്. അതിനെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നാണ് പറയുന്നത്. സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയും കേട്ടോ. ബേസ് യൂണിറ്റും ഡിറൈവ്ഡ് യൂണിറ്റിനെ നമ്മൾ പറയുന്നത് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നാണ്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സിസ്റ്റം ഓഫ് യൂണിറ്റ്സുകളാണുള്ളത്. CGS, FPS കേട്ടോ, അതുപോലെ തന്നെ MKS. ഇത് 3 സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയും. CGS, അതുപോലെ തന്നെ എന്താണ് FPS, അതുപോലെ തന്നെ MKS. മനസ്സിലായല്ലോ? CGS എന്ന് പറയുമ്പോൾ സി എന്ന് പറഞ്ഞിരിക്കുന്ന ലെങ്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സി എന്ന് വെച്ചാൽ ലെങ്തിനെയാണ്, അതായത് സെന്റിമീറ്റർ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ ബേസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ലെങ്ത്, മാസ്, ടൈമും ആണ് നമുക്കറിയാം. ലെങ്ത്, മാസ്, ടൈം. അപ്പൊ അതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ CGSഉം FPSഉം MKSഉം ഒക്കെ പറയുന്നത്. CGS എന്ന് പറയുമ്പോൾ ഓർക്കുക, സി എന്ന് പറഞ്ഞ ലെങ്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, സെന്റിമീറ്ററിലാണ്. സെന്റിമീറ്റർ. മനസ്സിലായല്ലോ? ജി എന്ന് വെച്ചാൽ മാസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഗ്രാമിലാണ്. ഗ്രാമിലാണ് കേട്ടോ. ദെൻ ടൈം സെക്കൻഡിൽ തന്നെയാണ് കേട്ടോ. ടൈം സെക്കൻഡ് തന്നെ. ഇനി FPS വരുവാണെന്നുണ്ടെങ്കിൽ എഫ് എന്ന് പറഞ്ഞ ലെങ്തിനെയാണ്, ആ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫുട്ടിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫുട്ട്. പി എന്ന് വെച്ചാൽ മാസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, മാസ് പൗണ്ടിലാണ് പറയുന്നത് കേട്ടോ, പൗണ്ട്. എസ് സമയമാണ്, അത് സെക്കൻഡിൽ തന്നെ. സമയത്തിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇനി അടുത്തത് MKS സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കോട്ടെ, MKS സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് മീറ്ററിലായിരിക്കും. കെ എന്ന് വെച്ചാല് മാസിനെയാണ്, അത് കിലോഗ്രാമിലായിരിക്കും. സമയം എന്ന് പറഞ്ഞാൽ സെക്കൻഡിലായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് സെറ്റ് ഓഫ് ബോത്ത് ദ ബേസ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്. ബേസ് യൂണിറ്റിന്റെയും ഡിറൈവ്ഡ് യൂണിറ്റിന്റെയും കംപ്ലീറ്റ് സെറ്റിന് നമ്മൾ പറയുന്ന പേരാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയും. അത് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണുള്ളത്. CGS, FPS, MKS കേട്ടോ. CGS എന്ന് പറയുമ്പോൾ സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. FPS എന്ന് പറയുമ്പോൾ നോക്കുക, ഫുട്ട്, പൗണ്ട് ആൻഡ് സെക്കൻഡ്. MKS എന്ന് പറയുമ്പോൾ മീറ്റർ, കിലോഗ്രാം ആൻഡ് സെക്കൻഡ്. മനസ്സിലായല്ലോ? ദീസ് ആർ ദ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ക്ലിയർ ആയല്ലോ? ഇതല്ലാതെ ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് SI സിസ്റ്റം എന്ന് പറയും. SI സിസ്റ്റത്തിൽ ഒരു യൂണിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ യൂണിറ്റ് തന്നെയായിരിക്കും എല്ലായിടത്തും. മനസ്സിലായി? ഇതിപ്പോ എന്തേ കണ്ടില്ലേ, ഫുട്ട്, പൗണ്ടിലൊക്കെ പറയില്ല. പറഞ്ഞു ഓരോ സ്ഥലത്തും പറയുമ്പോൾ ആ ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ മാസിനെയാണ് നമുക്കറിയാം. പക്ഷെ അത് കൺവേർട്ട് ചെയ്യാനും കൂടെ അറിഞ്ഞിരിക്കണം. നമ്മുടെ അറിയാവുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യാനും അറിഞ്ഞാലേ ഒരു പൗണ്ട് എത്രയാ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ അതിന് പകരമായിട്ട് എല്ലായിടത്തും ഒരുപോലെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് SI സിസ്റ്റം, ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് കേട്ടോ. കുറച്ച് ബേസ് ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതിന്റെ യൂണിറ്റുകളും ഉണ്ട്. ആ ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും 7 ബേസ് യൂണിറ്റും 2 സപ്ലിമെന്ററി യൂണിറ്റും ആണുള്ളത്. 7 ബേസ് യൂണിറ്റ് ഓർക്കോട്ടെ. SI സിസ്റ്റം ഓർത്തോളുക. SI സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത് 7 കേട്ടോ. 7 ബേസ് യൂണിറ്റ്, 7 ബേസ് യൂണിറ്റും 2 സപ്ലിമെന്ററി യൂണിറ്റും കേട്ടോ. 2 സപ്ലിമെന്ററി യൂണിറ്റും കൂടെ ചേർന്നാണ് SI സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതില് ലെങ്തിന്റെ ഏതാണ്, മീറ്റർ ആണ്. സിമ്പിൾ ഓർത്തിരിക്കുക, സ്മോൾ m ആണ്. മാസ് കിലോഗ്രാം ആണ്. നമ്മൾ ഇതൊക്കെ ഓൾറെഡി പഠിച്ചതാണ് കേട്ടോ. മാസ് കിലോഗ്രാം. നോക്കിയ സിമ്പിൾ നോക്കിയ സ്മോൾ ലെറ്റർ കെയും ജിയും. ടൈം സെക്കൻഡ്, അത് എസ് വെച്ചിട്ട്. ഇത്ര നമുക്ക് ഓൾറെഡി അറിയാം. അതിന്റെ കൂട്ടത്തിൽ 4 കൂടി ഉണ്ട്, അതും കൂടെ പഠിക്കണം കേട്ടോ. ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് ഏതാണ്, ആംബിയർ ആണ് കേട്ടോ. ആംബിയർ അത് എഴുതി നോക്കിയ സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. ഒരാൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ബേസിക് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, ഒരാളുടെ പേരാണെന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ ഫുള്ള് നമ്മൾ എഴുതുവാണെങ്കിൽ സ്മോൾ ലെറ്റർ എഴുതണം. അതിന്റെ സിംബോളിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട്. ഇലക്ട്രിക് കറന്റ് യൂണിറ്റ് ആംബിയർ ആണ്. ഫുൾ ആയിട്ട് എഴുതുവാണെങ്കിൽ സ്മോൾ ലെറ്റർ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതുവാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അടുത്ത് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയാം.
ടെമ്പറേച്ചറിന്റെ ബേസ് യൂണിറ്റ് ഏതാണ്? കെൽവിൻ ആണ് കേട്ടോ. കെ നോക്കിയേ, സ്മോൾ ലെറ്റർ ആണ്. പക്ഷെ സിംബോളിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ സിമ്പിൾ എങ്ങനെയാണ്? ക്യാപിറ്റൽ കെ. ദെൻ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നോക്കിയേ, മോൾ, MOL എന്നാണ് കേട്ടോ. മോൾ ബേസ് യൂണിറ്റ് നമ്മൾ എഴുതുമ്പോൾ MOL എന്ന് എഴുതണം. അത് സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ MOL എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ലൂമിനസ് ഇന്റൻസിറ്റി കേട്ടോ. ലൂമിനസ് ഇന്റൻസിറ്റി പ്രകാശ തീവ്രത എന്ന് പറയും കേട്ടോ. അതിന്റെ യൂണിറ്റ് ക്യാൻഡില കണ്ടോ. ക്യാൻഡിലയാണ് അതിന്റെ യൂണിറ്റ്. അത് റെപ്രസെന്റ് ചെയ്യുന്ന CD എന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പഠിക്കണം കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. 7 ബേസ് യൂണിറ്റ് SI സിസ്റ്റത്തിലുള്ള 7 ബേസ് യൂണിറ്റ് ഏതൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇന്റൻസിറ്റി. അതിന്റെ യൂണിറ്റും ബേസ് യൂണിറ്റും സിമ്പിളും മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക. എക്സാമിനൊക്കെ 1 മാർക്കിന്റെ ഒക്കെ ആയിട്ട് ചോദിക്കും കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോ ഈ SI സിസ്റ്റത്തിലെ 7 ബേസ് യൂണിറ്റ് കൂടാതെ എന്തൊക്കെയുണ്ട്? 2 സപ്ലിമെന്ററി യൂണിറ്റും കൂടെ ഉണ്ട്. മനസ്സിലായല്ലോ? 2 സപ്ലിമെന്ററി യൂണിറ്റും കൂടെ ഉണ്ട്. ആ 2 സപ്ലിമെന്ററി യൂണിറ്റ് ആണ്, നോക്കൂ, ഒന്നാമത്തെയാണ് പ്ലെയിൻ ആംഗിൾ, രണ്ടാമത്തെയാണ് സോളിഡ് ആംഗിൾ. പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും സപ്ലിമെന്ററി യൂണിറ്റ് ആണ്. പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ അതേ നോക്കിയാൽ ഇവിടെ ഒരു കോൺ തന്നിരിക്കുന്നുണ്ടോ? ഇതാ ഇവിടെ നോക്കി, ഇവിടുത്തെ ആംഗിൾ, ഇവിടുത്തെ ആംഗിളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ് ഡി തീറ്റ. തീറ്റ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്ത് സ്മോൾ ആംഗിൾ ആയതുകൊണ്ട് ഇവിടെ ഡി തീറ്റ എന്നാണ് എഴുതിയിരിക്കട്ടോ. ചെറിയ സ്മോൾ ആംഗിൾ ആണ്, ഡി തീറ്റ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഒരു സർക്കിളിന്റെ ഒരു പാർട്ട് എന്ന് എഴുതി വെച്ചാൽ മതി. ദെൻ ഈ സെന്ററിൽ നിന്നും ഇങ്ങോട്ടുള്ള ദൂരം നമ്മൾ റേഡിയസ് R ആയിട്ട് എടുത്തു. ഈ ലെങ്ത് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ ഇത് ആർക്ക് അല്ലെങ്കിൽ ആർക്കായിട്ട് നമുക്കറിയാലോ, ചാവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് DS എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ D എന്നൊക്കെ പറഞ്ഞ ഡി തീറ്റ അല്ലെങ്കിൽ DS എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്മോൾ ആണെന്ന് കാണിക്കാനാണ് D കൊടുക്കുന്നത് കേട്ടോ. ഡി തീറ്റ നമുക്കറിയാം, നോർമലി നമ്മൾ ആംഗിൾ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന തീറ്റ വെച്ചിട്ടില്ലേ. ചെറിയ ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഡി തീറ്റ എന്നും ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡെൽറ്റ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഡെൽറ്റ തീറ്റ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് ചെറുതാണെന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. മനസ്സിലായല്ലോ? അപ്പോ പ്ലെയിൻ ആംഗിൾ കേട്ടോ, ഇതാണ് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. ആ പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ആണ് റേഡിയൻ. പഠിക്കണം, ഷുവറായിട്ടും ചോദിക്കുന്നതാണ്, 1 മാർക്കിന്റെ ഒക്കെ ചോദിക്കുന്നതാണ്. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ആണ് റേഡിയൻ. അതിന്റെ സിമ്പല് RAD എന്നാണ് കേട്ടോ. സിമ്പൽ എന്താണ്? RAD. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ആണ് റേഡിയൻ. ഇതിന്റെ സിമ്പല് RAD എന്നാണ്. മനസ്സിലായല്ലോ? അപ്പൊ പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആംഗിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് എന്ന് പഠിച്ചിട്ടില്ലേ? കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ളോ? ആംഗിൾ കണ്ടുപിടിക്കാൻ ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ്. അത് തന്നെയാണ് കേട്ടോ. ആംഗിൾ ഇത് ഈക്വൽ ടു എങ്ങനെയാണ്? ആർക്ക് ഉണ്ടല്ലേ, ഈ ആർക്ക് ഡിവൈഡ് ബൈ റേഡിയസ്. ഇവിടുത്തെ ആംഗിൾ സ്മോൾ അല്ലേ, അതുകൊണ്ടാണ് ഡി തീറ്റ എന്ന് കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഡി തീറ്റ ഈക്വൽ ടു ആംഗിൾ ഈക്വൽ ടു അവിടുത്തെ ആർക്ക് എന്ന് പറഞ്ഞാൽ DS ആണ് കേട്ടോ. DS. മനസ്സിലായല്ലോ? S അല്ലേ, S എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റിനല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം DS എന്ന് പറഞ്ഞാൽ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്. അതാണ് ആർക്കിൽ എന്ന് ഉദ്ദേശിച്ചത്, ഡിവൈഡ് ബൈ റേഡിയസ്. ഡി തീറ്റ ഈസ് ഈക്വൽ ടു DS ഡിവൈഡ് ബൈ R. അതാണ് പ്ലെയിൻ ആംഗിളിന്റെ ഇക്വേഷൻ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചോണം. പ്ലെയിൻ ആംഗിൾ ഡി തീറ്റ ഈസ് ഈക്വൽ ടു DS ഡിവൈഡ് ബൈ R ആണ്. അതിന്റെ യൂണിറ്റ് ഏതാണ്? റേഡിയൻ. റേഡിയൻ ആണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ സിംബോളിക്കൽ ആയിട്ട് എഴുതുന്നത് എങ്ങനെയാണ്? RAD എന്നാണ് എഴുതുന്നത്. ഓക്കെ ആയല്ലോ? ഇനി അടുത്ത സപ്ലിമെന്ററി ക്വാണ്ടിറ്റി ആണ് ദെൻ സോളിഡ് ആംഗിൾ എന്ന് പറയും. സോളിഡ് ആംഗിൾ നോക്കിയാൽ നമ്മളൊരു ഫുൾ ആയിട്ടൊരു സോളിഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. കണ്ടില്ലേ, സോളിഡ് ആയിട്ടൊരു ഒബ്ജക്റ്റ് കൺസിഡർ, അതിന്റെ ഫുൾ ആംഗിൾ. ഇത് സോളിഡ് അല്ല, ഒരു പോർഷൻ മാത്രം, ഉള്ളിലൊന്നും ഇല്ലാത്ത ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ ഈ ആംഗിളിന്റെ കേസിൽ കണ്ടത്. ഇത് സോളിഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഇതുകൊണ്ടല്ലോ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഇതാണ് സോളിഡ് ആംഗിൾ. അത്ര സോളിഡ് ആയിട്ടുള്ള ആംഗിൾ. അതെന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അത് ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുന്ന ഏരിയ, അവിടെ ഒരു ഏരിയ കാണുമല്ലോ. ഏരിയ നമ്മൾ A ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. D എന്ന് പറഞ്ഞിരിക്കുന്നത് ചെറിയതായിട്ട് എടുത്തിരിക്കുന്നതാണ് D എന്ന് എഴുതിയിരിക്കുന്നത്. DA ഡിവൈഡ് ബൈ പിന്നെ അവിടുത്തെ റേഡിയസിന്റെ സ്ക്വയർ ആണ്, സ്ക്വയർ ഓഫ് റേഡിയസ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പം സോളിഡ് ആംഗിളിൽ നമ്മൾ D ഒമേഗ എന്നാണ് കേട്ടോ ഇത് വായിക്കുന്നത്. D ഒമേഗ ഇതിങ്ങനെ എഴുതുന്നത്, ഇത് ഒമേഗ എന്നാണ് ഇത് വായിക്കുന്നത്. D ഒമേഗ ഈസ് ഈക്വൽ ടു DA ഡിവൈഡ് ബൈ സ്ക്വയർ ഓഫ് ദി റേഡിയസ്. ഇന്റർസെപ്റ്റഡ് ഏരിയ, എത്ര ഏരിയ ഉണ്ടല്ലോ, ആ ഇന്റർസെപ്റ്റഡ് ഏരിയ ഡിവൈഡ് ബൈ സ്ക്വയർ ഓഫ് റേഡിയസ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് സോളിഡ് ആംഗിളിന്റെ ഇക്വേഷൻ.
അതിന്റെ യൂണിറ്റ് ആണ് സ്റ്റിറേഡിയൻ എന്ന് പറയും കേട്ടോ. സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് ഏതാണ്? സ്റ്റിറേഡിയൻ ആണ്. അതിന്റെ സിമ്പൽ എങ്ങനെയാണ്? SR എന്നാണ് കേട്ടോ. സ്റ്റിറേഡിയൻ SR. മനസ്സിലായല്ലോ? അപ്പം SI സിസ്റ്റത്തില് 7 ബേസ് യൂണിറ്റും പിന്നെ എന്താണ് 2 സപ്ലിമെന്ററി യൂണിറ്റുമാണ് ഉള്ളത്. ഓക്കെ ആണല്ലോ? 7 ബേസ് യൂണിറ്റ് ഏതൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി. അതിന്റെ സിമ്പലും ബേസ് യൂണിറ്റും പഠിക്കുക. അതിന്റെ കൂടാതെ തന്നെ 2 സപ്ലിമെന്ററി യൂണിറ്റ് ഉണ്ട്. പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. പ്ലെയിൻ ആംഗിൾ എന്ന് വെച്ചാൽ d(θ) = ds/r. അതിന്റെ യൂണിറ്റ് റേഡിയൻ ആണ്. സിമ്പൽ RAD. അടുത്ത എന്താണ്? സോളിഡ് ആംഗിൾ ആണ്. Then അതെന്ന് വെച്ചാൽ d(ω) = dA/r² ആണ് കേട്ടോ. സ്ക്വയർ ഓഫ് റേഡിയസ് ആണ്. യൂണിറ്റ് പഠിക്കണം. സ്റ്റിറേഡിയൻ ആണ്. അതിന്റെ സിമ്പലും പഠിക്കുക. ദിസ് ഈസ് എ SI യൂണിറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പഠിച്ചോളുക. ഇതിനോടത്ത് മൾട്ടിപ്പിൾസും സബ് മൾട്ടിപ്പിൾസും ഒക്കെ പഠിക്കണം കേട്ടോ. നമ്മൾ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ കഴിഞ്ഞ ബേസിക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ. അതുപോലെ തന്നെ ഈ എന്താണ് അതിന്റെ മൾട്ടിപ്പിൾസും അതിന്റെ സബ് മൾട്ടിപ്പിൾസും ഒക്കെ ഒന്ന് പഠിക്കാൻ. നമുക്ക് വാല്യൂസ് ഒക്കെ എഴുതുമ്പോൾ ഈ ഒരു രീതിയിലൊക്കെ വേണം എഴുതാൻ. 10⁻⁻1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഡെസി ആണ് കേട്ടോ. പിന്നെ സ്മോൾ ലെറ്റർ D കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. 10⁻², നമ്മൾ കണ്ടായിരുന്നു സെന്റി ഇല്ലേ? സെന്റിമീറ്റർ എന്ന് പറയല്ലേ? C വെച്ചിട്ടാണ്, C ആണ് അതിന്റെ സിമ്പല്. 10⁻³ മില്ലി നമ്മൾ കണ്ടില്ലായിരുന്നോ? സ്മോൾ ലെറ്റർ M ആണ്. 10⁻⁻6 ഇല്ലേ? മൈക്രോ ഇല്ലേ? മൈക്രോയുടെ സിമ്പൽ കണ്ടല്ലോ. 10⁻⁻9 നമ്മൾ കണ്ടതാണ്. നാനോ സ്മോൾ ലെറ്റർ N. ഇത് 4 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക് ക്ലാസ്സിൽ കണ്ടതാണ് കേട്ടോ. നാനോ. പിന്നെ 10⁻12 ഉണ്ട്. പൈക്കോ എന്ന് പറയും. സ്മോൾ ലെറ്റർ P വെച്ച് റെപ്രസെന്റ് ചെയ്യും. 10⁻5 ഫെംറ്റോ ആണ്. സ്മോൾ ലെറ്റർ F വെച്ച് റെപ്രസെന്റ് ചെയ്യും. അത്യാവശ്യം അത്രയും പഠിച്ചിരിക്കുക കേട്ടോ. 10⁻2, -3, -6, -9, -12 വരെയൊക്കെ നമ്മൾ യൂഷ്വലി പ്രോബ്ലം ഒക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ വലിയ വാല്യൂ ആവുകയാണെങ്കിൽ ഇത് സബ് മൾട്ടിപ്പിൾസ്, ഇനി മൾട്ടിപ്പിൾസ് ഒക്കെ വരുവാണെന്നുള്ളത് 10ന്റെ മൾട്ടിപ്പിൾ 10 ആവണ ഡെക്ക നമ്മൾ എഴുതും. അത് അധികം ഉപയോഗിക്കാറില്ല. 10² ഹെക്ടോ, 10³ മിക്കപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. കിലോ. 10⁻6 മെഗാ, ക്യാപിറ്റൽ M വെച്ച് റെപ്രസെന്റ് ചെയ്യും. 10⁻9 ജിഗാ, ക്യാപിറ്റൽ G വെച്ച് റെപ്രസെന്റ് ചെയ്യും. ജിഗാബൈറ്റ് എന്ന് കേട്ടിട്ടില്ലേ? 10⁻12 ടെറ, ക്യാപിറ്റൽ T. 10⁻15 പെറ്റ, ക്യാപിറ്റൽ P. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കും കേട്ടോ. അത്യാവശ്യം കിലോയുടെയും മെഗായുടെയും ഒക്കെ മിക്കപ്പോഴും നമ്മൾ പ്രോബ്ലത്തിന് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കും കേട്ടോ. ഇതാണ് ആദ്യത്തെ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റ്. ക്ലിയർ ആയല്ലോ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ്, അതിന്റെ യൂണിറ്റുകൾ നമ്മൾ കണ്ടു. ഫണ്ടമെന്റൽ യൂണിറ്റ്, ഡിറൈവ്ഡ് യൂണിറ്റ് കണ്ടു. പിന്നെ സിസ്റ്റം ഓഫ് യൂണിറ്റ് കണ്ടു ഇല്ലേ? പിന്നെ എന്താണ് പഠിച്ചത്? SI സിസ്റ്റം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ SI സിസ്റ്റം. 7 ബേസ് യൂണിറ്റും 2 സപ്ലിമെന്ററി യൂണിറ്റും. ഓക്കെ ആണല്ലോ?